നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭാര്യ എമിറേറ്റിന്റെ അതിർത്തി കടന്നപ്പോൾ ഭർത്താവിന് പിഴ നൽകേണ്ടി വന്നത് 15,000 ദിർഹം, അതായത് 3 ലക്ഷം രൂപ. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി ഹിരൺ ഭാസ്കരനാണ് 3 ലക്ഷം രൂപ പിഴ ലഭിച്ചിരിക്കുന്നത്. ഹിരൺ അടുത്ത കാലത്തൊന്നും തന്നെ അബുദാബി അതിർത്തി വിട്ട് പോയിട്ടുമില്ല. എന്നാൽ മീഡിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാര്യ അതുല്യ ഔദ്യോഗിക ആവശ്യത്തിന് ജനുവരി 24-ന് ദുബായിൽ എത്തിയിരുന്നു. അതും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. പിന്നെ എങ്ങനെ ഇത്തരത്തിൽ ഭീമമായ പിഴ വന്നു എന്ന സംശയത്തിലാണ് ദമ്പതികൾ. ഇവർ കോവിഡ് പരിശോധന നടത്തിയാണ് അതിർത്തി കടന്നത്. തിരിച്ചെത്തി 4-8 ദിവസങ്ങളിൽ കൃത്യമായി കോവിഡ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഭർത്താവിന് പിഴ വന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് സിം കാർഡ് വില്ലനായി മാറിയത് അറിയുന്നത് പോലും. അതുല്യ അതിർത്തി കടക്കുമ്പോൾ തന്നെ ഉപയോഗിച്ച 2 ഫോണുകളിൽ ഒന്ന് ഹിരണിന്റെ പേരിൽ എടുത്ത സിം കാർഡായിരുന്നു, മറ്റൊന്ന് കമ്പനി ഫോണുമായിരുന്നു. ഇതിലെ വ്യക്തിഗത സിം കാർഡാണ് പിഴയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പിഴയ്ക്കെതിരെ പരാതിയുണ്ടെങ്കിൽ ഫയൽ നമ്പർ സഹിതം 14 ദിവസത്തിനകം നിശ്ചിത വെബ്സൈറ്റിൽ പരാതിപ്പെടണം എന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ പബ്ലിക് പ്രോസിക്യൂഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ദമ്പതികൾ. കോവിഡ് പരിശോധന നടത്തിയതിനുള്ള തെളിവായി അൽ ഹൊസൻ ആപ്പിലെ സന്ദേശവും ബന്ധം തെളിയിക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റും എമിറേറ്റ്സ് ഐഡിയും സഹിതമാണ് നിലവിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇക്കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ 1 മാസത്തിനകം പിഴയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചു വരുന്നത്. നാട്ടിൽ നിന്നെത്തിയ സുഹൃത്തിന് സിം കാർഡ് നൽകിയ മറ്റൊരു മലയാളിക്കും നേരത്തെ 5,000 ദിർഹം പിഴ ലഭിച്ചിരുന്നു. നാട്ടിൽ പോയ ഭാര്യയുടെ നമ്പർ താൽക്കാലികമായി സുഹൃത്തിന് നൽകുകയായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇയാൾ ദുബായിൽ പോയ കാര്യം പിഴ വന്നപ്പോഴാണ് സിം കാർഡ് ഉടമ അറിയുന്നത് പോലും. അതേസമയം 100 കണക്കിന് ആളുകൾ അതിർത്തി കടക്കുന്നതിനാൽ അതൊക്കെ ആരറിയാനാണ് എന്ന മട്ടിൽ നിസ്സാര ലാഭം നോക്കി PCR എടുക്കാത്ത മലയാളികൾ അടക്കം ഒട്ടേറെ പേർക്ക് 500 ദിർഹം വീതം പിഴ ലഭിച്ചിരുന്നു. ബിസിനസ് ആവശ്യാർത്ഥം പലതവണ അതിർത്തി കടക്കുന്നവർക്കും തീയതിയിലെ ആശയക്കുഴപ്പം മൂലം PCR എടുക്കാൻ മറന്നവർക്കും പിഴ ലഭിച്ചിരുന്നു. അതിർത്തി കടക്കുന്നവർ സ്വന്തം പേരിലുള്ള സിം കാർഡ് ഉപയോഗിക്കുന്നതാണ് ഉചിതമെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സന്ദർശക വിസയിലെത്തുന്നവർക്ക് അവരുടെ രേഖകൾ വെച്ച് സിം കാർഡ് എടുത്ത് നൽകുന്നതും നല്ലതാണ്. അതിർത്തി കടന്നാൽ നിയമം അനുസരിച്ചുള്ള കോവിഡ് പരിശോധന കൃത്യമായി നടത്തുകയും വേണം. കോവിഡ് നിയമം ലംഘിച്ചവർക്ക് ഇളവുണ്ടാകില്ലെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 24 മണിക്കൂറിനകമുള്ള DPI ടെസ്റ്റ് അല്ലെങ്കിൽ 48 മണിക്കൂറിനകമുള്ള PCR ടെസ്റ്റ് അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ കൈക്കലാക്കിയിരിക്കണം. അബുദാബിയിൽ തുടർച്ചയായി തങ്ങുന്നവർ DPI ടെസ്റ്റ് എടുത്ത് വന്നവർ 3-7 ദിവസം PCR ടെസ്റ്റ് എടുക്കണം. PCR എടുത്ത് വന്നവർ 4-8 ദിവസങ്ങളിൽ PCR ടെസ്റ്റും എടുത്തിരിക്കണം. വാക്സിൻ പരീക്ഷണത്തിൽ പങ്കാളികളായ വോളണ്ടിയർമാർക്കും ദേശീയ ക്യാമ്പയിനിൽ 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്കും അൽ ഹൊസൻ ആപ്പിൽ ആക്റ്റീവ് മുദ്രയുള്ളവർക്കും ഇളവുകൾ നൽകിയിട്ടുണ്ട്. ചെലവ് കുറവാണെന്ന് കരുതി തുടർച്ചയായി 2 തവണ DPI ടെസ്റ്റ് എടുത്താൽ അതിർത്തി കടക്കാനാവില്ല. പിഴ 500 ദിർഹമാണ് നൽകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.